ഹലോ, ആദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഏരി തേങ്ങ അരച്ച് മുളകിട്ട് വെക്കുന്നൊരു കറിയാണ്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു. അതിനായിട്ട് 1 കിലോ ഏരി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, സബോള, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കരിയാപ്പിലയാണ്, തേങ്ങ, മുളക്, ഇത് എരിവുള്ള മുളകാണ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത്രയും സാധനം ഇപ്പോൾ മതിയാകും. നമുക്കിതെല്ലാം ഒന്ന് അരപ്പാക്കി എടുത്തുകൊണ്ട് വരാം. അതിനുശേഷം ബാക്കി പുറകെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിരിക്കുകയാണ്. എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് മതിയാകും. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 2-3 ഉലുവ മാത്രം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇത്രയും മതിയാകും. കൂടുതലിട്ടാൽ നമ്മളിത് അരച്ചെടുക്കുമ്പോഴത്തേക്കും കയ്പ്പ് വരും. ഇതാ ഞാൻ സവോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇതാ വെളുത്തുള്ളി. ഇപ്പോൾ ഇത് മതിയാകും. അതിനുശേഷം നമുക്ക് തക്കാളിക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇത്രയും മൂത്താൽ മതിയാകും. ഇതിലേക്ക് നമുക്ക് ഇതുണ്ട്, ഒരു കരിയാപ്പിന് 2-3 ഇലയും തക്കാളി ഉണ്ട്, ഒരു ചെറിയ തക്കാളിയാണിത്, അത് ഞാനിട്ട് കൊടുക്കുന്നു. ഇത് തീ കുറച്ച് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂക്കാനുണ്ട്. ഉണ്ടോ, ഇത് മതിയാകും. കണ്ടോ, ഇത്രയും തന്നെ മൂക്കണം. ഇത്രയും മൂത്തെങ്കിലേ നമ്മൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരത്തുള്ളൂ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് മൂക്കണം എന്ന് പറഞ്ഞത്. ഇനി ഇത് മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. ഇത് മതിയാകും. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുവോളം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് മതിയാകും. കണ്ടോ, ഇതിൻ്റെ അകത്ത് ആവി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് നമ്മൾ ഈ മുളകിൻ്റെ അകത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് മതിയാകും. ഇങ്ങനെ ഇത് നമ്മളെല്ലാം ചെയ്യുമ്പോഴുണ്ടല്ലോ തീ വളരെയധികം കുറച്ച് വെച്ചായിരിക്കണം. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് ഈ അരപ്പം തയ്യാറാക്കി കൊണ്ടുവരാം. എടുത്തിട്ടുണ്ട്, ജാറിലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം. ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചു. അതിൽ എണ്ണ ഒഴിച്ചാൽ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 സ്പൂൺ ഉലുവ, ഇത്രയും തന്നെ ഉലുവ ഇട്ട് കൊടുത്തു. ഉള്ള സാധനങ്ങളെല്ലാം ഇതാണ്. ഉള്ളി ഇട്ട് കൊടുക്കുന്നത്, ഇഞ്ചി ഇട്ട് കൊടുത്തു, പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. ഇത് നന്നായി ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന പുളി, അതിനകത്തെ ആ പുളി മാത്രം എടുത്തിലേക്ക് ഇട്ടുവരുവാണ് ആ എണ്ണയ്ക്കകത്തത്. ഇനി ആവശ്യമുള്ള കരിയാപ്പില ഇട്ട് കൊടുക്കാം. 3 കണ്ട് കരിയാപ്പില ഇട്ട് കൊടുത്തു. ഇത് ഒരുപാട് ഇങ്ങനെ വഴന്ന് വരണമെന്നില്ല, ചെറുതായി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക.
അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് ഈ അരപ്പ് ഇതിൽ നിന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. അങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പുളിയും ഒക്കെ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന ആ പുളിയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇതാണിത്. ഇത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത്രയും വെള്ളം കൂടെ മിക്സി ജാറ് കഴുകിയെടുത്താണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പൂടി ഇട്ട് കൊടുക്കുന്നു. ഞാൻ പൊതുവെ ഇവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് പൊടിച്ച് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു തക്കാളി ഉണ്ട്, അത് മതിയാകും. നമുക്കൊരു ശകലം നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. തിളച്ച് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ലേശം കായ, ഇത് മതി. ഇത് മതിയാവും. നമുക്കൊന്നുകൂടെ അടച്ചു വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്കിട്ട് കൊടുക്കാം മീൻ. പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ പുളി നേരത്തെ സ്വല്പം ചൂടുവെള്ളം ഉപ്പും കൂടെ ഒഴിച്ച് നമ്മൾ ആ വെള്ളത്തിൽ ഇടുവാണെങ്കിൽ ആ പുളിയുടെ ഓറ നേരത്തെ ഇറങ്ങി കിട്ടും. കറി വെക്കുന്ന ഉപ്പും പുളിയും നമുക്ക് ഉണ്ടായിരിക്കും. കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇതിൽ മുങ്ങിക്കിടക്കട്ടെ. കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. അതാണ് അതുകൂടി ഇട്ട് കൊടുത്തു. മതിയാകും. മൂടി വെച്ച് നമുക്ക് വയ്ക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നന്നായി ഇത് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുണ്ടോ, നല്ല ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ്. ഇത് കണ്ടോ, ഗ്രേവിക്ക് നല്ല കൊഴുപ്പൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. കറി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2-3 തണ്ട് കരിയാപ്പില ഇട്ടു. ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് നന്നായി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണെങ്കിലും ഒഴിക്കണം. ഇത് ഇരിക്കുമ്പം കുറച്ചുകൂടി ഇത് കുറുകി വരും. നമ്മളിതൊരു ചെറിയ നമുക്കിതിൻ്റെ ഉപ്പും പുളിയെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ ബൗളിലേക്ക് ഒരു കഷ്ണം എടുത്ത് നമുക്ക് നോക്കാം.
ഇതാ നമുക്ക് നോക്കാം. സൂപ്പർ, ഉപ്പും പൊടി എല്ലാം കറക്റ്റിനുണ്ട്. ഇത് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചേക്കുന്ന കറിയാണ്.